ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ചാത്തൻസ് ഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ പൗത്രേശ്വരം പഞ്ചായത്തിൽ മാർനാട് 8-ാം വാർഡിലായിട്ടുള്ളതാണ്. അപ്പം ഒരു ഇടവഴിയിലേക്ക് ഒരു മതിൽക്കെട്ട് മറിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത്. ഈ മതിൽക്കെട്ട് മറിഞ്ഞതിനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിലായി ഉണ്ടായ ശക്തമായ കാറ്റിനാലാണ്. കാറ്റ് ശക്തമെന്ന് പറയാഞ്ഞാലും പറ്റില്ല, അതിതീവ്രമായ ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടത്. അതിനാലാണ് ഈ മതിൽക്കെട്ട് ഇങ്ങനെ മറിഞ്ഞ് വീണത്. ഈ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നതോടൊപ്പം തന്നെ ഒരു അമ്മയും കുഞ്ഞും ഒരു വൻ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇതൊരു ഇടവഴിയാണെന്ന് ഞാൻ മുൻപേ പറഞ്ഞല്ലോ. ഈ ഇടവഴിയിൽ കൂടി ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ, അംഗൻവാടിയിൽ പോയിരുന്ന കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് നടന്നു പോകുമ്പോഴാണ് ഈ ശക്തമായ കാറ്റുണ്ടാകുന്നത്. എന്നാൽ ഈ ഇടവഴിയിൽ കൂടി, ഇതിൻ്റെ അങ്ങേ അറ്റത്തായിട്ടാണ് അവരുടെ വീടുള്ളത്, ഈ ഇടവഴിയിൽ കൂടി നടന്ന് അവർ ഏകദേശം ഈ ഇടവഴിയുടെ ഒരു അവസാന ഭാഗത്തായിട്ട് എത്തിയപ്പോഴാണ് ഈ കാറ്റടിച്ച്, അതായത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഈ കാറ്റടിച്ച് ഈ മതിൽക്കെട്ട് മറിഞ്ഞ് ഈ ഇടവഴിയിലേക്ക് വീഴുന്നത്. പെട്ടെന്ന് തന്നെ ആ അമ്മ തൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. എന്നാൽ ആ ഓടിക്കയറുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ആ മുറ്റത്ത് നിന്നിരുന്ന മരവും ഒടിഞ്ഞ് ആ വീടിൻ്റെ പുറത്തേക്ക് വീഴുകയായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ആ അമ്മയും കുഞ്ഞും ഈശ്വരാധീനം കൊണ്ട് വെറും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഒരു വൻ അപകടത്തിൽ നിന്ന് തന്നെയാണ് അവർ രക്ഷപ്പെട്ടതെന്ന് വേണം നമ്മൾ പറയാൻ. ഇപ്പോഴും അവരുടെ കണ്ണുകളിൽ അതിൻ്റെ ആ ഒരു ഭയപ്പാട് കാണാം. ആ അമ്മ വളരെ ഭയത്തോടു കൂടിയാണ് നമ്മളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ശരിക്കും ഈശ്വരാധീനമെന്ന് മാത്രമേ നമ്മൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരിടത്ത് മാത്രം സംഭവിച്ചതല്ല. ഇങ്ങനെ മാർനാട് പൗത്രേശ്വരം പഞ്ചായത്തിൽ ഒരുപാട് ഭാഗങ്ങളിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈശ്വരാധീനം കൊണ്ട് മാത്രമാണ് ആ അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടത്.